Hello friends, welcome back to teambeingsed. ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്കായിട്ട് iOS ഫോണുകളിലെ പോലെ ആൻഡ്രോയിഡിൽ എങ്ങനെ സ്റ്റോറിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ബാക്ക്ഗ്രൗണ്ട് കൊടുക്കാമെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഫ്രണ്ട്സ്, അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഈ വീഡിയോ മൊത്തം കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇത് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഒരു ആപ്പിൻ്റെ ആവശ്യമുണ്ട്. ആ ആപ്പിൻ്റെ പേര് Gbox എന്നാണ്. അപ്പോൾ നിങ്ങൾ നേരെ പ്ലേ സ്റ്റോറിൽ കയറിയിട്ട് Gbox എന്ന് സെർച്ച് ചെയ്യുക. Gbox. അപ്പോൾ നിങ്ങൾക്ക് Gbox എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ആപ്പ് കാണാൻ പറ്റും. ടൂൾ കിറ്റ് ഫോർ ഇൻസ്റ്റാഗ്രാം Gbox എന്ന് പറയുന്ന ഒരു ആപ്പ് നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ കാണാൻ പറ്റും. ഒരു 44 MB ആപ്പാണ്. ആ ആപ്പ് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക. ആ ആപ്പ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ സ്റ്റോറിക്ക് ബാക്ക്ഗ്രൗണ്ട് ആഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ആപ്പ് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞിട്ട് അത് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ട് താഴോട്ട് സ്ക്രോൾ ചെയ്താൽ നിങ്ങൾക്ക് Gbox കീബോർഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. താഴത്തെ ഏറ്റവും ലാസ്റ്റ് ഓപ്ഷനായിട്ട് കാണാൻ പറ്റും. അത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമുക്ക് പെർമിഷൻസ് ഒക്കെ അലോ ചെയ്ത് കൊടുക്കാനുണ്ട്. അത് ക്ലിക്ക് ചെയ്തിട്ട് കുറേ പെർമിഷൻസ് ഇങ്ങനെ ചോദിക്കും നിങ്ങൾക്ക്. അപ്പോൾ അത് അലോ ചെയ്ത് കൊടുക്കുക. ഇതിന് നമുക്ക് കീബോർഡ് നമുക്ക് എനേബിൾ ചെയ്യാൻ പറയും അവർ. അതിനുവേണ്ടി നെക്സ്റ്റ് അടിച്ചിട്ട് സെറ്റിങ്സിൽ പോയിട്ട് നമുക്ക് കീബോർഡ് എനേബിൾ ചെയ്യണം. അപ്പോൾ ആ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം Gbox കീബോർഡ് എന്ന് പറയുന്ന ഇതിൽ നിങ്ങൾ എനേബിൾ ചെയ്യുക. Gbox കീബോർഡ് എന്ന് പറയുന്ന ഓപ്ഷൻ നിങ്ങൾ എനേബിൾ ചെയ്യുക. കീബോർഡ് എനേബിൾ ചെയ്തിട്ട് ആക്ടിവേറ്റ് ചെയ്യുക. ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഇൻസ്റ്റാഗ്രാമിലേക്ക് പോകണം. നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഞാനിപ്പോൾ നിങ്ങൾക്ക് ഒരു പോസ്റ്റ് ഇട്ടിട്ട് അത് സ്റ്റോറി ആയിട്ട് ആഡ് ചെയ്ത് കാണിച്ചു തരാം. ഞാനൊരു പോസ്റ്റ് ഞാൻ ചെയ്തു. ഈ പോസ്റ്റ് ഇനി ഞാൻ സ്റ്റോറി ആയിട്ട് ആഡ് ചെയ്തിട്ട് എങ്ങനെ ഫോട്ടോ ബാക്ക്ഗ്രൗണ്ടിൽ ആഡ് ചെയ്യാമെന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക്. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ഷെയർ ക്ലിക്ക് ചെയ്തിട്ട് ആഡ് ടു സ്റ്റോറി അടിക്കാം. ആഡ് ടു സ്റ്റോറി അടിച്ചാൽ നിങ്ങൾക്ക് അറിയാവുന്നതാണ് എല്ലാവർക്കും. അപ്പോൾ എന്നിട്ട് നിങ്ങൾ എങ്ങനെയാണ് സ്റ്റോറി വെക്കേണ്ടത്, ഞാനിങ്ങനെ സ്റ്റോറി ഇട്ടു. ഈ സ്റ്റോറി നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ആഡ് ചെയ്യണം. അതിനായിട്ട് നിങ്ങൾ ആ ടെക്സ്റ്റിൻ്റെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ബോട്ടം കോർണറിൽ നിങ്ങളുടെ അവിടെ കീബോർഡിൻ്റെ സൈന് കാണാൻ പറ്റും നിങ്ങളുടെ ഫോണിൽ. അപ്പോൾ നിങ്ങളുടെ കീബോർഡ് ഇപ്പോൾ ഡിഫോൾട്ട് കീബോർഡ് ആയിരിക്കും. അത് നിങ്ങൾക്ക് Gbox കീബോർഡായിട്ട് ചേഞ്ച് ചെയ്യുക. എന്നിട്ട് ഒന്നുകൂടെ ടെക്സ്റ്റിൻ്റെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് കാണാം ഒരു ഫോട്ടോൻ്റെ ഒരു സിമ്പിൾ കാണാൻ പറ്റും. അത് ക്ലിക്ക് ചെയ്താൽ നമുക്ക് നമ്മുടെ ഗാലറിയിലുള്ള ഫോൾഡേഴ്സ് മൊത്തം കാണാൻ പറ്റും. ആ ആരോ താഴത്തോട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള ഫോൾഡർ സെലക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഏത് ഫോൾഡറിൽ നിന്നാണ് ഫോട്ടോ സെലക്ട് ചെയ്യേണ്ടത് ആ ഫോൾഡർ എടുക്കുക. എന്നിട്ട് നമുക്ക് ഏത് ഫോട്ടോ ആണ് സെലക്ട് ചെയ്യേണ്ടത് ആ ഫോട്ടോ നമുക്ക് സെലക്ട് ചെയ്യാം. നിങ്ങൾക്ക് ഒരു ഫോട്ടോ മാത്രമായിട്ട് ആഡ് ചെയ്യാൻ പറ്റില്ല, അത് ഇതിൽ പറ്റില്ല. അപ്പോൾ നിങ്ങൾക്ക് 2 ഫോട്ടോസായിട്ട് ഹാഫ് ആയിട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ നിങ്ങൾ ആ ഫോട്ടോ ഞാനിപ്പോൾ ഇത് റൊട്ടേറ്റ് ചെയ്ത് ഒരു ഡിസൈൻ പോലെ ആക്കാൻ പോവുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ കറക്റ്റ് റൊട്ടേറ്റ് ചെയ്യാതെ തന്നെ വെക്കാം. അപ്പോൾ എൻ്റെ ഒരു ഇതിൽ വെച്ച് ഞാൻ എൻ്റെ ഒരു ഡിസൈൻ ഞാൻ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഞാനത് റൊട്ടേറ്റ് ചെയ്തു. എന്നിട്ട് അത് ഹാഫായിട്ട് വെക്കണം. ഹാഫ് ചെയ്ത് വെച്ചിട്ട് നിങ്ങളുടെ സ്റ്റോറി ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ സ്റ്റോറിയുടെ ഫോട്ടോ ക്ലിക്ക് ചെയ്താൽ അത് നമ്മുടെ ഇപ്പോൾ ഇട്ട ഫോട്ടോൻ്റെ ലെയറിൻ്റെ മുകളിലോട്ട് വരും. അപ്പോൾ ആ ഫോട്ടോ തന്നെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ അത് മുകളിലോട്ട് വരും. ഏത് ഫോട്ടോയിലാണ് നമ്മൾ ക്ലിക്ക് ചെയ്യുന്നത് ആ ഫോട്ടോ ഏറ്റവും ടോപ്പ് ലെയർ ആയിട്ട് വരും. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ഫോട്ടോയും കൂടെ ആഡ് ചെയ്യാം താഴെ. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ പിന്നെ അതേപോലെ തന്നെ കീബോർഡ് എടുത്തിട്ട് നമ്മുടെ ഏത് ഫോൾഡറിലാണ് ഫോട്ടോ ഉള്ളത് അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഏത് ഫോട്ടോ ആണ് ആഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ഫോട്ടോ എടുക്കുക. എന്നിട്ട് രണ്ടാമത്തെ താഴത്തെ ഹാഫിൽ നമുക്ക് ഫോട്ടോ ആഡ് ചെയ്യാൻ പോവുകയാണ്. ഒരു സിംഗിൾ ഫോട്ടോ ആയിട്ട് ആഡ് ചെയ്യാൻ പറ്റില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് നമ്മുടെ സ്റ്റോറി ടോപ്പ് ലെയറിലേക്ക് ആഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് നമ്മൾ 2 ഹാഫായിട്ട് ചെയ്യുന്നത്. ഇപ്പം നിങ്ങൾക്ക് കാണാം ഞാൻ രണ്ടാമത്തെ ഹാഫിലിട്ടു. എന്നിട്ട് നമ്മുടെ സ്റ്റോറി ഒന്ന് ക്ലിക്ക് ചെയ്തപ്പോൾ നമ്മുടെ സ്റ്റോറി ടോപ്പ് ലെയറിൽ വന്നു. ഇപ്പോൾ എനിക്ക് മുകളിലത്തെ ഫോട്ടോ ആണ് താഴത്തെ ഫോട്ടോ എൻ്റെ ടോപ്പ് ലെയറിൽ വരേണ്ടത് തോന്നി. ഇപ്പോൾ അത് ഞാൻ ക്ലിക്ക് ചെയ്തു. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം കറക്റ്റായിട്ട് എൻ്റെ ഡിസൈൻ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇതുപോലെയാണ് നിങ്ങൾക്ക് നമ്മുടെ സ്റ്റോറിക്ക് ബാക്ക്ഗ്രൗണ്ട് കൊടുക്കാൻ പറ്റും. എന്ന് ഞാൻ സ്റ്റോറി ഇട്ടതിന് ശേഷം നമുക്ക് വർക്ക് ചെയ്യുന്നുണ്ടോ നോക്കാം പോസ്റ്റ്. അപ്പോൾ ഞാൻ പോസ്റ്റിൽ ക്ലിക്ക് ചെയ്തു. ഇതൊരു വ്യൂ പോസ്റ്റ് അടിക്കാം. നിങ്ങൾക്ക് വരുന്നുണ്ട്, വർക്ക് വന്നിട്ടുണ്ട്, നമ്മുടെ പോസ്റ്റിലേക്ക് എത്തുന്നുണ്ട്. അപ്പോൾ ഇതുപോലെയാണ് നിങ്ങൾക്ക് കാണാം, ഇതിൻ്റെ ഔട്ട്പുട്ട് നിങ്ങൾക്ക് കാണാം. ഇതുപോലെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.